ചില വാർത്തകൾ, ചില സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ ചില കമൻറ്റുകൾ അത് കേരളത്തിൽ മാത്രമുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ളതാവാം, ഇതൊന്നും അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഒരു സംഭവ വികാസം നമ്മുടെ മനസ്സിലേക്ക് നമ്മളറിയാതെ ഈ കോളത്തിൻ്റെ ഒരു ബീജമായി വന്ന് വീഴുകയാണ്. അപ്പോൾ നമ്മൾ അത് മറ്റ് സംഭവങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുന്നു, കൂട്ടിയിണക്കുന്നു എന്ന് പറയാം. അത് ചിലപ്പോഴൊക്കെ നമ്മുടെ വായനയുമായി, നമ്മുടെ പഴയകാല വായനകളുമായി, നമ്മൾ വായിച്ച പുസ്തകങ്ങളുമായി, നമ്മൾ വായനയിൽ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളുമായി ഒക്കെ ഈ സംഭവങ്ങളെ ചേർത്ത് വയ്ക്കാൻ നമ്മൾ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോഴെങ്കിലും അതിനൊരു സാഹിത്യപരമായ ഒരു ഷെയ്ഡ്, അതിൻ്റെ സാഹിത്യം എന്നൊന്നും പറയാൻ മേലെങ്കിലും അതിൻ്റെ എഴുത്തിൽ അതിൻ്റെ ഒരു ഛായ പകർന്നു കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം വാസ്തവത്തിൽ അങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരെണ്ണം വേണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം ബുധനാഴ്ചകളിലാണത് വന്നുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ബുധനാഴ്ച പത്രത്തിൽ തീരെ സ്ഥലമില്ലാതെ വരുന്ന അല്ലെങ്കിൽ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ബുധനാഴ്ചയാണ് അതിൻ്റെ ഒരു ദിവസം. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു ഞായറാഴ്ച ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കും. നമ്മൾ ഈ ആഴ്ച നമുക്ക് കമൻ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണങ്ങൾ ചേർത്ത് പൊലിപ്പിച്ച് അതൊരു ഏതാണ്ടൊരു നമുക്ക് അങ്ങനെ ഒരു അവകാശവാദമായി പറയുകയല്ലെങ്കിലും അതൊരു ചെറിയ വർക്ക് ഓഫ് ആർട്ടായി അതെങ്ങനെ രൂപപ്പെടുത്താമെന്നുള്ള ചിന്ത ഒരു ഞായറാഴ്ച തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ചിലപ്പോൾ ഞായറാഴ്ച രാത്രി തന്നെ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെ നമ്മളത് എഴുതും, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി വൈകി എഴുതും. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് നമ്മളത് അതിൻ്റെ അവസാന രൂപത്തിൽ എത്തിയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രൂപപ്പെടുന്നതിൻ്റെ ഒരു വഴി.